വെൽക്കം ടു ടേസ്റ്റി ആൻഡ് ബ്യൂട്ടി റിതംസ്. ഇന്ന് ഒരു അടിപൊളി പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കൂ, സുഖമായിരിക്കൂ. നമുക്ക് നോക്കാം. നമ്മുടെ ഈ അടിപൊളി ക്രിസ്മസ് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ടൂട്ടി ഫ്രൂട്ടി, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഡ്രൈ കിസ്മിസ്, ബ്ലാക്ക് റൈസിൻസ് കേട്ടോ, അത് നല്ല ഉണക്ക മുന്തിരിങ്ങ എല്ലാം കൂടി ഓറഞ്ച് ജ്യൂസിൽ തലേദിവസം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാം പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. അപ്പോൾ നിറയെ ഫ്രൂട്ട്സും പിന്നെ കാഷ്യൂനട്ടും, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഉള്ളത് അതെല്ലാം ഇടാം. ഡേറ്റ്സ് ഇടാം. അപ്പോൾ ഡേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടില്ല. ബാലൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് കാഷ്യൂനട്ട്, ബ്ലാക്ക് റൈസിൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ മൈദ എടുക്കുക. ഒരു 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഉപ്പിടുക അതിലേക്ക്. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 1/2 സ്പൂൺ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ അരിച്ചെടുത്ത മൈദയാണ്. വേണ്ടത് നമ്മൾ പട്ടയാണ്. പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇടുന്നത് ഈ പട്ടയാണ്, അത് പൊടിക്കാം. പിന്നെ 2 ഗ്രാമ്പു, കുറച്ച് ഏലക്ക, ഇതെല്ലാം കൂടി ഇടുക. നന്നായിട്ട് പൊടിക്കുക. മിക്സിയിലും പൊടിക്കാം, പക്ഷെ എനിക്കിത് ഈസി ആവുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് പഞ്ചസാരയുടെ കൂടെ ഇത് പൊടിക്കാം. ഓക്കെ, എല്ലാം പൊടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഷുഗർ പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു 3/4 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ഷുഗർ എടുത്തോളൂ. പക്ഷേ പ്ലം കേക്ക് ആവുകൊണ്ട് നല്ല മധുരമുള്ളതാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ ഈ പൊടിച്ചു വെച്ചതൊക്കെ വീണ്ടും ഒന്നും കൂടി ഒരു നൈസായി പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇടുകയാണ്. നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫൈൻ പൗഡറായിട്ട് ഷുഗർ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് നല്ല കാരമലൈസ്ഡ് ഷുഗറാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നെക്സ്റ്റ് ഞാൻ പറഞ്ഞത്. ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അതിനൊരു 1 കപ്പ് ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട്, അതായത് ഈ ഇത് എന്താ പറയുക, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഈ ഷുഗർ നന്നായിട്ട് ഇളക്കണം. അടി പിടിക്കാതെയും കരിഞ്ഞു പോവാണ്ടെയും പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ, കാരമലൈസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരണം. കണ്ടോ, ഒരു നല്ല കളറായി വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ സമയത്ത് സൂക്ഷിക്കണം കേട്ടോ, ഒരു ഇളം ചൂടുവെള്ളം ഈ സമയത്ത് ദൂരെ മാറി ഇന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്യാം, അതാണ് നല്ലത്. ഇതൊന്ന് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് സിറപ്പ് റെഡിയായി. ഇനി ഞാൻ ഒരു മുട്ടയാണ് എടുക്കുന്നത്. സാധാരണ എല്ലാവരും 2 മുട്ട എടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് മുട്ടയുടെ സ്മെല്ല് കുത്തി നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു മുട്ട മിക്സിയിലേക്ക് പൊടിച്ചെടുക്കാം. ആക്ച്വലി ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം, പക്ഷെ നമ്മുടെ അടുത്ത് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ, നമ്മുടെ സ്വന്തം മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ അളവിൽ വനില എസൻസും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് ഹണി ഉണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഞാൻ ഹണി യൂസ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം.
അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിട്ടില്ലേ മൈദയും ബേക്കിംഗ് പൗഡറിൻ്റെയും എല്ലാം കൂട്ട്, അത് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇത് ജസ്റ്റ് 2-3 തവണ അടിച്ചെടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഷുഗറും അതും കൂടി ഇതിലേക്ക് വീണ്ടും ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേക്കിന്. ജസ്റ്റ് എല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പൊടിച്ചതിലേക്ക് ഞാൻ ഈ വെണ്ണ ഉരുക്കിയതാണ്. നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഇടാം. ഒരു 50 ഗ്രാമോളം വെണ്ണ ഉരുക്കി ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഒരു അര ടു 3/4 കപ്പോളം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിക്കുക. ആ കളറ് കിട്ടും, ഒരു പ്ലം കേക്കിൻ്റെ കളറ് കിട്ടും. ഇത് നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തോളൂ. നന്നായിട്ട് മിക്സ് ആവും. നന്നായിട്ട് മിക്സ് ചെയ്തു. ലംസ് ഒന്നും പാടില്ല. പിന്നെ അതിന് ശേഷം ഈ മിക്സ് ചെയ്ത ടൂട്ടി ഫ്രൂട്ടിയും ബ്ലാക്ക് റൈസിൻസും കൂടിയുള്ള മിക്സ്ചറും കൂടി അതിലേക്ക് ഇടുകയാണ് നമ്മൾ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഓവൻ ട്രേ വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇന്ന് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഓവനിൽ വെക്കാം. അപ്പം നമുക്കിതിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഞാനിതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. ഇത് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് പോവും. എയർ ബബിൾസ് ഉണ്ടാവില്ല. ഇങ്ങനെ ഇനി നമുക്ക് ഇത് ഓവനിലേക്ക് വെക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഈ കാഷ്യൂ വെച്ചിട്ട് ഒന്ന് അലങ്കരിക്കാം അല്ലേ. നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ. നമുക്കിത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും വെക്കാം. എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ അലങ്കരിക്കാൻ വെക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് ഫുൾ അലങ്കരിച്ചിട്ട് നോക്കാം. അങ്ങനെ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ടിട്ട് കാഷ്യനട്ടും എല്ലാം ഇട്ടിട്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഈ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓവൻ. ഇതിലേക്ക് വെക്കാം. ഞാൻ ഇടയിൽ ഒന്ന് എടുത്തു നോക്കി. നമ്മുടെ കേക്ക് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് ഓവനിലേക്ക് തന്നെ വെക്കാം. നമുക്ക് നോക്കാമല്ലേ എന്തായിന്ന്. എടുത്തു നോക്കാം. നല്ല ചൂടാണ്. നമുക്കൊന്ന് കുത്തി നോക്കാം ഇത് നന്നായി വെന്തോ ഉള്ളിലെന്നൊക്കെ. ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത് ഓൾറെഡി ആയി. നോക്കൂ, നമ്മുടെ അടിപൊളി പ്ലം കേക്ക് റെഡിയായി. ഇനി ഇത് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. തണുത്താൻ വെച്ച ശേഷമാണ് നമുക്കിത് എടുക്കേണ്ടത്, ഇന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. എന്നാലത് കറക്റ്റായിട്ട് വിട്ടു പോരുള്ളൂ. ഓക്കെ, തണുത്ത ശേഷം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് പ്ലം കേക്ക് റെഡിയായി. നോക്കൂ എന്ത് ഭംഗിയല്ലേ. നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ചൂടുണ്ട്. നല്ല സോഫ്റ്റ് പ്ലം കേക്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year.